അതൊരു അപ്രതീക്ഷിതമാണ്. ഏകദേശം 7-8% കുറവ് വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഈ ചൂട് കൊണ്ടാവാം ഒരു കാര്യം, നിൽക്കാനുള്ള ബുദ്ധിമുട്ട്. 2 വളരെ സ്ലോ ആയിരുന്നു. ഞാൻ ഏകദേശം 3/4 മണിക്കൂർ നിന്നതിന് ശേഷമാണ് ഞാനും ഭാര്യയും കൂടി വോട്ട് ചെയ്യുന്നത്. അതെല്ലാം കൂടി വന്ന ആളുകൾക്ക് ഈ വോട്ടിങ്ങിനെടുക്കുക സമയം മൂലം ചിലപ്പോൾ പലരും വന്നവർ പോയിട്ടുണ്ട്, ചില ആൾ വരാതിരുന്നിട്ടുണ്ട്. അതെങ്ങനെ എഫക്റ്റ് ചെയ്യും ഈ റിസൾട്ട് എന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പം മണ്ഡലം അടിസ്ഥാനത്തിലാണെങ്കിൽ പറവൂർ കൂടിയിരിക്കുന്നു, കൊച്ചിയിൽ കുറഞ്ഞിരിക്കുന്നു, അതൊക്കെ ഏതെങ്കിലും രീതിയിൽ എടുക്കാൻ അങ്ങനൊരു ഇൻഡിക്കേഷൻ നമുക്ക് പറയാൻ പറ്റത്തില്ല. പണ്ട് വോട്ട് ശതമാനം കൂടിക്കഴിഞ്ഞാൽ കോൺഗ്രസിന് അനുകൂലമാണ്, കുറഞ്ഞാൽ അത് LDF അനുകൂലം, CPM എന്ന് പറയും. ആ ഒരു കാലമൊക്കെ മാറി. അതുപോലെ ഇന്നലെ ഇപ്പോൾ പെട്ടെന്ന് ഇലക്ഷനിടയിൽ EP ജയരാജന്റെ വിവാദം കടന്നു, അത് ഏതെങ്കിലും രീതിയിൽ പ്രതികൂലമായി? അത് തിരഞ്ഞെടുപ്പിനെ പ്രതികൂലമായി ഏതെങ്കിലും വിധത്തിൽ ബാധിക്കുമെന്ന് എനിക്ക് ഒരു കാഴ്ചപ്പാടില്ല. കാരണം ഇതൊക്കെ ജനങ്ങൾ തീരുമാനിച്ചതാണ്. പിന്നെ EP ജനങ്ങൾക്കറിയാം, പാവമാണ്, മനഃപൂർവ്വം ചെയ്യുന്ന ഒരാളല്ല. അദ്ദേഹത്തിന് എനിക്ക് ഇപ്പോൾ എത്രയോ വർഷക്കാലത്തെ ബന്ധമുണ്ട്. അപ്പോൾ നന്ദകുമാർ നമ്മുടെ അമ്പലത്തിൽ, വെണ്ണല അമ്പലത്തിൽ ഉത്സവം നടത്തിയപ്പോൾ ഞാനവിടെ പോയിരുന്നു. എനിക്ക് നന്ദകുമാറിനെ വളരെ നേരത്തെ അറിയാം. കോൺഗ്രസ്സുകാരനായിരുന്നു, പിന്നീടാണ് പാർട്ടിയായിട്ടാകുന്നത്. ഇപ്പോൾ വെണ്ണല അമ്പലത്തിൽ എല്ലാ വർഷവും ഉത്സവത്തിന് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകും. കഴിഞ്ഞ തവണ ചെന്നപ്പോൾ EP വരുന്നു എന്ന് പറഞ്ഞു ഊണ് കഴിക്കാൻ, സദ്യക്ക്. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പം നന്ദകുമാർ അവിടെ നിൽപ്പുണ്ട്. നന്ദകുമാറാണ് ഈ കമ്മിറ്റിയുടെ ചെയർമാൻ, ആഘോഷ കമ്മിറ്റിയുടെ. ഞങ്ങളുടെ ഒരു കാത്തു നിന്ന് EP വന്നു, സ്വീകരിച്ചു. എല്ലാ പത്രക്കാരും ഉണ്ട് രഹസ്യമായിട്ട്. അപ്പോഴാണ് നന്ദകുമാറിൻ്റെ അമ്മ അവിടെ നിൽപ്പുണ്ട്. അമ്മയുടെ 80ാം വർഷത്തിന് അതിന് ഞാൻ പോയതാണ്. അമ്മ എനിക്ക് നന്നായിട്ടറിയാം. അപ്പോൾ ഒരു ഷോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് നന്ദകുമാർ കൊടുത്തു, അമ്മയ്ക്ക് ഇട്ടു. ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണവും കഴിച്ചു. അപ്പോൾ എല്ലാ മാധ്യമങ്ങളും അന്ന് നിൽപ്പുണ്ട്. അതിനകത്ത് രഹസ്യമൊന്നും ഉണ്ടായിട്ടില്ല. EPയെ സംബന്ധിച്ചുള്ള രഹസ്യമുള്ള ഒരാളല്ല, ഒരു സാധാരണ ഒരു മനുഷ്യൻ എന്ന് മാത്രമേ നമുക്ക് കാണേണ്ടതുള്ളൂ. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ നിലപാട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, ഗോവിന്ദമാഷൻ പറഞ്ഞിട്ടുണ്ട്. അതല്ല, അപ്പം EP ജയരാജന് നന്ദകുമാറുമായിട്ട് അങ്ങനെ രഹസ്യബന്ധമല്ല, പരസ്യമായിട്ട് തന്നെ കാണുന്നതിൽ ഇത് പഠിച്ചിട്ടൊന്നുമില്ല. അപ്പം ഇത് അത് തന്നെയാണ് ഇപ്പം മുഖ്യമന്ത്രി പറഞ്ഞത്, വേറൊന്നും അല്ലല്ലോ, കൂട്ടുകെട്ട് ശ്രദ്ധിക്കണം. അത്രയേ ഉള്ളൂ, അതിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല. ഇപ്പോൾ ജാവേദ് എനിക്ക് നല്ല ബന്ധമുള്ള ആളാണ്. കാരണം ഞാൻ കേന്ദ്രമന്ത്രിയായിരുന്ന സന്ദർഭത്തിലും അതിനുശേഷം അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു, നമ്മൾ ഒന്നിച്ച് കാണാറുണ്ട്. ഇവിടെ വരുമ്പോൾ എന്നെ വിളിക്കാറുണ്ട്. അതൊക്കെ വ്യക്തിബന്ധങ്ങളാണ്. അതുകൊണ്ട് രാഷ്ട്രീയമായ മാറ്റം ഉണ്ടാകും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത് വ്യക്തിബന്ധത്തിൽ ദീർഘകാലത്തെ ബന്ധമുള്ള ആളുകൾ പരസ്പരം കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും. അതിനൊരു വലിയ അത്ഭുതം കാണേണ്ട കാര്യമില്ല. ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്, ശോഭാ സുരേന്ദ്രൻ ഇവിടെ വന്നൊരു BJP നേതാവ് CG രാജഗോപാലുമായി ചെന്ന് EP ജയരാജന്റെ മകൻ രാജുവിനെ കണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞു. കണ്ടുകാണായിരിക്കും. ഇപ്പോൾ മുത്തുവിൻ്റെ കാര്യം നമുക്കറിയില്ല. നമ്മൾ മുത്തു എന്നാണ് വിളിക്കുന്നത്, ബാലഗോപാലൻ. എറണാകുളത്തുകാരുടെ മുത്തുവാണ്, എറണാകുളത്തുകാരുടെ BJPക്കാരനല്ല. എല്ലാ കാര്യത്തിലും മുത്തു വരും. എൻ്റെ വീട്ടിൽ വരാറുണ്ട് മുത്തു, കാപ്പ് കുടിക്കാറുണ്ട്, എൻ്റെ ഫാമിലി മെമ്പേഴ്സ്. അത് മുത്തു എന്ന വ്യക്തിയാണ് നമ്മൾ കാണുന്നത്, അല്ലാതെ BJPക്കാരനെന്ന ഒരു വ്യക്തിയല്ല കാണുന്നത്. ഇല്ല, കാരണം ജനം തീരുമാനമെടുത്തു. അത് അവസാന നിമിഷം വന്നിട്ട് ഇങ്ങനൊരു കാരണത്തിൻ്റെ പേരിൽ മാറുക എന്ന് പറയുന്നത് കേരളത്തിൽ പ്രബുദ്ധരായ വോട്ടർമാരല്ല. ഇന്നലെ ഉണ്ടായ പ്രശ്നം ഒന്ന്, വോട്ടിംഗ് മെഷീൻ വളരെ സ്ലോ ആയി, VPAT വളരെ സമയമെടുത്തു, ശബ്ദം വരാൻ സമയമെടുത്തു. 2 ചൂട്. ഞാൻ തോപ്പമ്പടി അവർ ലേഡീസ് കൊണ്ട് ഞാനും ഭാര്യയും കൂടി പുരുഷനും കൂടി പോയി. ഞങ്ങൾ 3/4 മണിക്കൂർ നിന്നു. ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു 10-15 പേരേ ഉള്ളൂ, പക്ഷെ 3/4 മണിക്കൂർ നിൽക്കുക നല്ല ചൂടത്ത്. അപ്പോൾ അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ട് കുറേ ആൾ വന്നിട്ട് തിരിച്ചു പോയി. പിന്നെ അവർ തിരിച്ചു വരണമെന്നില്ല. അങ്ങനെയുള്ള ഒരു കാര്യമായിരിക്കും, അതായിരിക്കാം വോട്ട് കുറയാൻ കാരണം.